എരമംഗലത്ത് പ്രവർത്തിക്കുന്ന 2 ക്വാറികൾക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിൽ പ്രധാനമായും ഇപ്പോൾ ഇവിടെയുള്ള ഈ എരമംഗലം നഗരത്തിന് അടുത്ത് തന്നെ നിൽക്കുന്ന ഏതാണ്ട് 500 മീറ്റർ മാത്രം അകലെ മാറി നിൽക്കുന്ന ഒരു ക്വാറിയുണ്ട്. ആ ക്വാറിയും അവിടെ ഒരു ക്രഷർ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്രഷർ യൂണിറ്റുകൾ വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ക്വാറി അശാസ്ത്രീയമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നത്. ഏതായാലും വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള നീക്കമായിരുന്നു അവർ നടത്തിയത്. പക്ഷേ ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഇവരോട് അനുനയ നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ജില്ലാ കളക്ടർ സംഭവത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം എന്നുള്ള നിലയിൽ ഇവരോട് ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്താനും അവിടെ ഒരു സമവായ നീക്കം നടത്താമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്വാറിയുടെ ഭാഗത്ത് പറയുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഈ കരിങ്കൽ സാധനങ്ങളാണ് ഇവിടെയുള്ളത്. അത് കൊണ്ടുപോകാനുള്ള അനുവാദം നൽകണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജനകീയ പ്രതിരോധ സമിതിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിഷേധം എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ ആവശ്യം? അശാസ്ത്രീയമായിട്ടാണ് ഇവിടെ ക്രഷർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കുള്ളൊരു പ്രൂഫാണ് അവിടെ ഈ കെട്ടിക്കിടക്കുന്ന മുതൽ. അത് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾക്ക് കോടതിയിൽ സമർപ്പിക്കേണ്ട ഒരു മുതലാണ് അവിടെ കിടക്കുന്നത്. ഞങ്ങളൊരു തെളിവാണ് അവിടെ ഉള്ളത്. അത് ഞങ്ങൾ ഈ ക്വാറി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഇത് നിർത്തണമാണ് ഞങ്ങളുടെ ആവശ്യം. അതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങൾക്ക് വാക്കാലല്ല, നിയമപരമായിട്ടുള്ളൊരു ഉറപ്പ് കിട്ടണം. ഇനി ഈ ക്രഷർ ഇവിടെ പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ കെട്ടിക്കിടക്കുന്ന സാധനം, ഈ പൂട്ടിക്കിടക്കുന്ന സ്ഥാപനത്തിൽ എത്രയാ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത്? എന്താണ് നിങ്ങൾക്കിപ്പോൾ പോലീസ് വന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്? പോലീസ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അനധികൃതമായിട്ട് ഖനനം ചെയ്തിരിക്കുന്ന കരിങ്കല്ല് സാധനങ്ങൾ പിന്നെ കളക്ടറേറ്റിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ കൊണ്ടുപോകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് CI തന്നിരിക്കുന്നത്. നിങ്ങൾ കളക്ടറേറ്റിലേക്ക് പോവുകയാണ്? അതെ, ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് പോവുകയാണ്. ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പോവുകയാണ്. അപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് ഇവിടെ? ഈ പൊടി കൊണ്ട് ശ്വാസം മുട്ടും വലിയ പ്രയാസങ്ങളൊക്കെ വരുന്നുണ്ട്. തീരെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. ശ്വാസം മുട്ട് വരാത്തൊരാൾക്ക് ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു മനപ്രയാസം. അന്ന് മുതലേ ഞങ്ങൾ കുറേയൊക്കെ സഹിച്ചു. ഇനി എന്നെങ്കിലും നിർത്തും, നാളെ നിർത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയുള്ള അസുഖങ്ങളും മാരകമായ വിഷവസ്തുക്കളും പിന്നെ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിലും കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. തൊട്ടടുത്ത് സ്കൂളുകളുണ്ട്, അതോടൊപ്പം തന്നെ അംഗനവാടി അടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ചേട്ടൻ എത്ര കാലം ഇവിടെ ജീവിക്കുന്നു? ഞാനൊരു 25 കൊല്ലായി. അതെ, എത്ര കാലം ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഇവിടെ? വെള്ളത്തിൻ്റെ ഇവിടുത്തെ വെടി കൊണ്ടില്ലേ, കിണറ്റിലൊന്നും വെള്ളമല്ല. ഒരു വെടീൻ്റെ ഒച്ച കേൾക്കൂ, 100 ചില്ലാനും വെടിയുണ്ടാവും. ഒറ്റ വെടീൻ്റെ ഒച്ച നമ്മൾ കേൾക്കൂ. അങ്ങനെ കിണറ്റിലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വയറ് അങ്ങോട്ടും. പേടിയുണ്ടോ ഇവിടെ ജീവിക്കാൻ? ഇപ്പം പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം 2 ഭാഗത്ത് ഭയങ്കര കോറികൾ, പിന്നെ ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ഭയങ്കര ഭീഷണിയാണ്. എന്താണ് സ്ഥിതി? പേടിയേ ഉള്ളൂ ഞങ്ങൾക്ക്. ഞങ്ങളിതിൻ്റെ നടുക്കുള്ളത്. ഇതിൻ്റെ നേരെ മേലെ, എൻ്റെ വീടിൻ്റെ നേരെ മേലെ കോറി പ്രവർത്തിക്കുന്നത്. വമ്പൻ ശബ്ദമാണ് പൊട്ടൽ. ദേശീയപാതയുമായി ബന്ധപ്പെട്ടാണ് കല്ല് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്ന് അവർ പറയുന്നത്. എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത നിലപാട്? ദേശീയപാത വികസനത്തിന് ആവശ്യമായുള്ള സാധനങ്ങളാണ്. പക്ഷേ ഞങ്ങൾക്ക് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. പോരാതെ ഒരു ജലസ്രോതസ്സിൻ്റെ ഇതിൽ പോകുന്നത് ഫുള്ള് എന്താ പറയുക, കെമിക്കൽ കലർന്ന വെള്ളം പോയിക്കൊണ്ട് തൊട്ടടുത്തുള്ള കിണറിലെ വെള്ളങ്ങളൊക്കെ മലിനമായി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ദേശീയപാത വികസനം അടക്കമുള്ള പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ജനവാസ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിനെതിരെയാണ്. അതായത് പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു, പൊടിശല്യം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ പൊട്ടിക്കുന്നത് നിരന്തരമായുള്ള പൊട്ടിക്കലാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകണം. കാരണം ക്വാറിയുടെയും ക്രഷറിൻ്റെയും പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇവരുമായി ഒരു സമവായ ചർച്ച നടത്തുന്നുണ്ട്. ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു തീരുമാനമല്ല വരുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരത്തിലേക്ക് തന്നെ കടക്കുമെന്ന് തന്നെയാണ് ഇവർ വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.